ഒരുപാട് കാര്യം ഞാൻ പറയണില്ല. ആധുനിക കാലത്ത് ഈ പറയണ ഈ സമൂഹത്തിൽ നമ്മള് പിന്നെ പറയേണ്ടി വരുന്നത് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ കാണുന്ന കോലാഹലം കൊണ്ടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എവിടുന്ന് അത് പറയാ? ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, നമ്മൾ പഠിച്ചൊരു ക്രൈറ്റീരിയ. അത് അദബ്, ഇൽമ്, ഇബാദത്ത് എന്നാണ്. അദബ് ഉള്ള ആൾക്ക് ഇൽമുണ്ടായാല്, അദബും ഇൽമുള്ള ആള് ഇബാദത്ത് ചെയ്യുമ്പോ ആ ക്രൈറ്റീരിയക്ക് ഒരു സൗന്ദര്യമുണ്ട്. ഇൽമുണ്ടായിട്ട് അദബില്ലാതായാൽ, ഇബാദത്ത് ചെയ്തിട്ട് ഇൽമും അദബും ഇല്ലാതായാൽ, വെറുതെ ആലോചിച്ച് നോക്ക്. നിങ്ങളെ പഠിക്കുന്ന സിലബസ് ഒന്നും നിങ്ങൾ പരിശോധിക്കുക. എനിക്കങ്ങനെ വലിയ അഭിമാനം ദാറുൽ ഹുദയിലെ കുട്ടികളെ ലോകത്തിലെ എല്ലാ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും കാണുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? നിങ്ങളിൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു ചിട്ടയുണ്ട്, അത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെയല്ല. മറ്റു മതങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ 1000 വട്ടം സൂക്ഷിക്കണം. ഞാനോ ജോയിയൊക്കെ പറയുമ്പോ വിശ്വാസപരമായിട്ട് ജോയി ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പൊതു പ്ലാറ്റ്ഫോം സ്പേസ് ഉണ്ട്. സ്നേഹമുള്ളവരെ, നിർഭാഗ്യവശാൽ നിങ്ങൾക്കതില്ല. നിങ്ങൾ സംസാരിക്കുന്നതിന് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയണത്, രാഷ്ട്രീയത്തിൽ എം എം മണി പറ്റും, മതത്തിനിടയിൽ എം എം മണിമാര് പറ്റൂല. അതാണ്, മതത്തിലെ എം എം മണി ആവരുത്. അത് വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിലിപ്പോ എം എം മണി എന്ന് പറഞ്ഞ എന്താ, കടിച്ചു പറിച്ചാളെന്നൊക്കെ പറഞ്ഞു നിങ്ങളെങ്ങാനും പറഞ്ഞാൽ വിവരം മാറുന്നതാണ്. അപ്പൊ അതാണ്, അപ്പൊ അത് ഒരു സൂക്ഷിക്കേണ്ടുന്ന ഒരു പ്രശ്നമുണ്ട്.